പഠനത്തിനിടയിലും ചെറിയ അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെടാം ഇനി. ഒഴിവുവേളകളിൽ സ്വന്തമായി സോപ്പുണ്ടാക്കി വിറ്റ് വരുമാനം കണ്ടെത്തുന്ന അഖിൽ എന്ന +2 വിദ്യാർത്ഥി. സ്കൂൾ ബാഗിൽ പുസ്തകങ്ങൾക്കൊപ്പം സോപ്പുകളും കൊണ്ടാണ് അഖിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. വളരെ അവിചാരിതമായാണ് 24ന്റെ ഫ്രെയിമിലേക്ക് അവൻ കടന്നു വന്നത്. കയ്യിൽ കരുതിയ ബാഗിൽ നിന്നും ഏതാനും പാക്കറ്റുകൾ ഞങ്ങൾക്കു നേരെ നീട്ടി. അത് കുറച്ച് സോപ്പുകളായിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ടു. അഖിൽ എന്നാണ് പേര്. നഗരത്തിൽ നിന്നും കുറച്ചകലെ തുടലി എന്ന ഗ്രാമത്തിലാണ് വീട്. വലിയതുറ ഫിഷറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ നിന്നും വരുന്ന വഴി സ്വന്തമായി സോപ്പ് നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. സോപ്പ്, സർഫ് പൊടി, ലോഷൻ ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കാറുണ്ട്. പഠിക്കാനും പിന്നെ ബസ് ജോലിക്കും ഒക്കെയാണ്. അഖിൽ കുശലം പറഞ്ഞ് നടന്നകന്നിടങ്ങളിൽ ഞങ്ങൾ അവനെക്കുറിച്ച് അന്വേഷിച്ചു. ഈ ചെറു പ്രായത്തിൽ അവന് ഇങ്ങനെ ഒരു മനസ്സ് കൊടുത്തതിൽ ദൈവം അനുഗ്രഹിക്കത്തേ ഉള്ളൂ. അവൻ ഇന്നല്ലെങ്കിലും നാളെ ആണെങ്കിലും അവൻ നല്ലൊരു ഭാവി അവന് കിട്ടും. ഇപ്പോഴത്തെ പയ്യന്മാരൊന്നും ഇങ്ങനെയൊന്നും പോവില്ല. അവർക്ക് മൊബൈലോ വണ്ടിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിലായിരിക്കും ശ്രദ്ധ. ഇവൻ അങ്ങനൊന്നുമല്ല, നല്ല പയ്യനാണ്. എവിടേക്കാണ് ഇനി എന്ന ചോദ്യത്തിന് നഗരം ഇങ്ങനെ വിശാലമായി കിടക്കുകയല്ലേ എന്നതായിരുന്നു അവന്റെ മറുപടി. ഞങ്ങളോട് യാത്ര പറഞ്ഞ് അവൻ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് നീങ്ങി. പുറകെ ഞങ്ങളും. ഇന്നത്തെ ജോലി അവസാനിപ്പിച്ച് അവൻ മടങ്ങുകയാണ്. മൈലുകളേറെ താണ്ടണം വീടെത്താൻ. പ്രിയപ്പെട്ട അഖിൽ, നിന്നെക്കുറിച്ച് ഞങ്ങൾ തന്നെ വാർത്ത കൊടുക്കുന്ന മറ്റൊരു ദിനം വരും. നിനക്ക് വേണ്ടി ലോകം മുഴുവനും കൈയടിക്കുന്ന ഒരു ദിനം. നിന്നെ ഓർത്ത് നമ്മുടെ നാട് അഭിമാനിക്കുന്ന ഒരു ദിനം. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം മഹേഷ് ജോൺ മാത്യു, 24 തിരുവനന്തപുരം.